ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവിറോൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ IT. അതായത് നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടിങ്ങിൻ്റെയും ഇൻഫോർമേഷൻ ടെക്നോളജീനെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയും അതിൻ്റെ പ്രാക്ടീസിനെയുമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഈസ് ദി ഡിസൈനിങ്, മാനുഫാക്ചറിങ് ആൻഡ് യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് കമ്പോണൻറ്റ്സ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വിത്ത് മിനിമൽ ഓർ നോ ഇമ്പാക്റ്റ് ഓൺ എൻവിറോൺമെൻറ്റ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കമ്പ്യൂട്ടേഴ്സും അതിൻ്റെ അനുബന്ധ സാധനങ്ങളും ഡിസൈൻ ചെയ്യുക, അത് മാനുഫാക്ചർ ചെയ്യുക, അത് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഉപയോഗിച്ച ശേഷം അത് ഉപയോഗം കഴിഞ്ഞ് നമ്മളത് ഡിസ്പോസ് ചെയ്യുക. എങ്ങനെയായിരിക്കണം? എഫക്റ്റീവ്ലി ആയിരിക്കണം ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് നല്ല രീതിയിലും അത് എഫക്റ്റീവിലും എഫിഷ്യൻ്റ്ലി പ്രദമായ രീതിയിലായിരിക്കണം. എങ്ങനെയാണ്? വിത്ത് മിനിമൽ ഓർ നോ ഇമ്പാക്ട്. അതായത് പ്രകൃതിക്ക് ദോഷമായ രീതിയിൽ ഒരു രീതിയിലും പ്രകൃതിയെ ദോഷമായ രീതിയിലൊന്നും ബാധിക്കാത്ത രീതിയിൽ എങ്ങനെയാണോ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറും അതിൻ്റെ അനുബന്ധ കമ്പോണൻറ്റുകളും എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, ഉപയോഗിക്കുക, ഡിസ്പോസ് ചെയ്യുക, അതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളും എന്ത് ചെയ്യുക? നമ്മൾ ഡിസൈൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക ആൻഡ് ഉപയോഗിക്കുകയും എന്ത് ചെയ്യുക? എന്നിട്ട് നമുക്ക് ഉപയോഗശേഷം ഡിസ്പോസ് ചെയ്യുകയും ചെയ്യാം. കമ്പ്യൂട്ടറും അതിൻ്റെ അനുബന്ധ സാധനങ്ങളും എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ്ലി ആയിരിക്കണം. പക്ഷേ എന്തുണ്ടാവാൻ പാടില്ല? നമ്മുടെ എൻവിറോൺമെൻറ്റിന് അതൊരിക്കലും എന്താവാൻ പാടില്ല? ദോഷമായി ബാധിക്കാൻ പാടില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇനിഷ്യേറ്റീവ് തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നമ്മളൊരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങിയ സമയത്ത് ആദ്യം അവർ ലേബലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രീൻ കമ്പനി, അതായത് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അപ്പോൾ എല്ലാത്തിനും ഒരു എനർജി സ്റ്റാറൊക്കെ കൊടുത്തിരുന്നു. എനർജി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജിയുടെ ഒരു സിമ്പിളാണ്. ആ സിമ്പിൾ ഒരു സ്റ്റാർ, എനർജി നിധി സ്റ്റാറിൻ്റെ രൂപത്തിൽ. ആ സിമ്പിളിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഈ എക്കോ ഫ്രണ്ട്ലി ആണ്, അതായത് എൻവിറോൺമെൻറ്റിന് ദോഷമായി ബാധിക്കാത്തതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനർജി ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എനർജി സ്റ്റാർ ലേബൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടേൺ ഓഫ് കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ്. നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളിലൊക്കെ എല്ലാ സ്കൂളിലും നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രിൻ്റർ ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ പ്രിൻ്റർ ഓൺ ചെയ്ത് വെച്ചിരിക്കുക, നമുക്ക് തോന്നുമ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്നു. അപ്പോൾ അപ്പോഴൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എന്താ ഓണാണ്? പ്രിൻ്റർ ഓണാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്യുക, പ്രിൻ്റർ ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യുക, എല്ലാ സമയത്തും ഓഫ് ചെയ്തിടുക. എപ്പോഴും പവർ സേവർ മോഡിലിടുക. അതേപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് കാരണം കൂടുതൽ കറണ്ട് ഉപയോഗിക്കും, കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ലാപ്ടോപ്പിനെക്കാട്ടും ഡെസ്ക്ടോപ്പ്. സോ പ്രിൻ്റ് ഔട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. LCD മോണിറ്റേഴ്സ് യൂസ് ചെയ്യുക. അതേപോലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും ഒക്കെ എനർജി സ്റ്റാർ ലേബൽ, അതായത് പ്രകൃതിക്ക് എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒക്കെ യൂസ് ചെയ്യുക. അതേപോലെ നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള രീതിയിൽ സെൻട്രലും സ്റ്റേറ്റും ലോക്കൽ റെഗുലേഷൻസും പറയുന്ന രീതിയിൽ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ നോക്കുക. നമുക്ക് എനർജി യൂസ് ചെയ്യുന്ന സോളാർ എനർജി യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് നമുക്ക് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ, അതായത് കമ്പ്യൂട്ടർ എപ്പോഴും ഓൺ ചെയ്ത് വെക്കാതിരിക്കും, ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യുക, ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്യുക. പ്രിൻ്റ് എടുക്കുമ്പോൾ ഓൺ ചെയ്യുക. അതേപോലെ നമുക്ക് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസുകൾ, ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറൊക്കെ എനർജി ലേബിൾ ഉണ്ടാക്കുക, അതായത് എക്കോ ഫ്രണ്ട്ലിയാണ്, അത് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള ഡിവൈസസുകളാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇതിനു വേണ്ടി അങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഗ്രീൻ കമ്പ്യൂട്ടറിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ ആക്കുന്നത്? അവരുടെ സൈസ്, അതേപോലെ തന്നെ എഫിഷ്യൻസി, മെറ്റീരിയൽസ്. ബിക്കോസ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ കമ്പ്യൂട്ടേഴ്സ്, അതായത് നമ്മൾ നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടേഴ്സാണ് കുറച്ചുകൂടെ എന്തെന്ന് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. കാരണം സ്മോളർ കമ്പ്യൂട്ടേഴ്സ് ആർ ഗ്രീനർ ബിക്കോസ് ദേ യൂസ് ഫ്യൂവർ മെറ്റീരിയൽസ്. അതായത് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കുറവായിരിക്കും, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അതെല്ലാം എന്തായിരിക്കും? കുറവായിരിക്കും. ഫ്യൂവർ മെറ്റീരിയൽസ്, ലെസ് ഇലക്ട്രിസിറ്റി ഒക്കെയാണ് യൂസ് ചെയ്യുക സ്മോളർ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന് സപ്പോർട്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ LCD സ്ക്രീനിനെക്കാട്ടും ലാപ്ടോപ്പ് യൂസ് ചെയ്യാം.
അതേപോലെ CRT-നെക്കാട്ടും LCD യൂസ് ചെയ്യുക. അങ്ങനെ എങ്ങനെയാണോ കമ്പ്യൂട്ടറിൻ്റെ സൈസ് കുറയുന്നത് അതിനനുസരിച്ച് സപ്പോർട്ട്സ് മോർ ഗ്രീൻ കമ്പ്യൂട്ടിങ്. അതേപോലെ തന്നെ നമ്മൾ ഡിവൈസസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ വിഷവസ്തുക്കളായ മെർക്കുറി, ലെഡ്, കാഡ്മിയം അമ്മാതിരിയുള്ള വിഷവസ്തുക്കളുള്ള സാധനങ്ങളൊന്നും അതിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ ആക്കുക? 4 രീതിയിലാണ് ഹൗ ടു കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ. എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സിനെ ഗ്രീൻ ആക്കുക? ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ് ആൻഡ് ഗ്രീൻ ഡിസ്പോസൽ. അല്ലെ ഗ്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എനർജി എഫിഷ്യൻറ്റും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുക. എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അധികം എനർജി യൂട്ടിലൈസ് ചെയ്യാത്തത്, അതേപോലെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ, സെർവർ, പ്രിൻ്റർ, പ്രൊജക്ടർ അമ്മാതിരിയുള്ള ഡിവൈസസ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഗ്രീൻ ഡിസൈൻ. ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഏത് സാധനം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് മിനിമം വേസ്റ്റേജ് ഉണ്ടാക്കുക. മിനിമൈസ് ദ വേസ്റ്റേജ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പോണൻറ്റ്സ്. ഓരോ കമ്പോണൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്തും അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് കുറവാക്കി നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്യാം. ദെൻ ഗ്രീൻ യൂസ്, അതിൻ്റെ അകത്ത് പെരിഫറൽസും അതേപോലെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സും ഒക്കെ ഇലക്ട്രിസിറ്റി ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്യാം. മിനിമൈസിങ് ദ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ പെരിഫറൽ ഡിവൈസസ്. ദെൻ ഗ്രീൻ ഡിസ്പോസൽ. ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച സാധനം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഉപേക്ഷിക്കുന്ന സമയത്ത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്ത് നിന്ന് റീകൺസ്ട്രക്ടിങ് യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആർ അപ്രോപ്രിയേറ്റ്ലി ഡിസ്പോസിങ് ഓഫ് ഓർ റീസൈക്ലിംഗ് അൺവാണ്ടഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് കേടാവുകയോ ചീത്തയാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യാതെ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തുനിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം എടുത്ത് പുതിയൊരു ഡിവൈസ് റീകൺസ്ട്രക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ വേറെ എവിടെയെങ്കിലും കേടായ സാധനം എടുത്തിട്ട് മാറ്റി പുതിയത് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് ഗ്രീൻ ഡിസ്പോസൽ. അപ്പോൾ ഹൗ ടു മേക്ക് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, അതേപോലെ ഗ്രീൻ യൂസ് ആൻഡ് ഗ്രീൻ ഡിസ്പോസൽ. അപ്പോൾ എന്താണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇ വേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു മേക്ക് കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 4 ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇതനുസരിച്ച് നോട്ടും പ്രിപ്പയർ ചെയ്യുക. ഈ ടോപ്പിക്സ് പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഈ ഭാഗം മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇത് പഠിക്കുക, അതേപോലെ നോട്ടിലേക്ക് കോപ്പി